പാപ്പിനിശ്ശേരി മൂന്ന് പെറ്റുമ്മ പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട്. മൂന്ന് പെറ്റുമ്മ പള്ളി എന്ന് പറഞ്ഞാൽ പണ്ടൊരു ഉമ്മ മൂന്ന് പെറ്റത്രേ. അന്നൊക്കെ ഇരട്ട പ്രസവിക്കുന്ന കാലമായിരുന്നു. അപ്പൊ അന്ന് മൂന്ന് പെറ്റത് കൊള്ളാം, നല്ലൊരു ചാൻസായി. അപ്പൊ മൂന്ന് പെറ്റുമ്മയെ കബറടക്കിയെടുത്ത് ഒരു കബറുമൊക്കെ റെഡിയാക്കിയെടുത്ത് അങ്ങനെ മൂന്ന് പെറ്റുമ്മ പള്ളിയായി ആ പള്ളി മാറി. സംഗതി ഇപ്പോ വൈദ്യശാസ്ത്രത്തിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ആ 5 പെറ്റുമ്മമാര് ഉള്ളവരുണ്ട്. 3 പെറ്റുമ്മമാര് പലരും ഉണ്ട്. എന്റെ കുടുംബത്തിൽ തന്നെ ഒരു 3 പെറ്റുമ്മ ഉണ്ട്. പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട്. 3 പെറ്റുമ്മമാര് പലയിടത്തും ഉണ്ട്. 12 പെറ്റുമ്മമാരുള്ള ഒരു ലോകമാണ്. അപ്പൊ അവിടെയാണ് 3 പെറ്റുമ്മ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളി റെഡിയാക്കി എല്ലാം ശരിയാക്കി എടുത്തത്. പിന്നെ കുഴപ്പമൊന്നുമില്ല. അവിടെ എല്ലാം സംഗതിയെല്ലാം റെഡിയാക്കി എടുത്തു കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി എന്താ? ഈ 3 പെറ്റുമ്മ പള്ളി എന്ന് പറഞ്ഞിട്ട് ആ പെറ്റ കബർ അവിടെ കിടന്നുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അതിൽ നിന്ന് കാശ് പറയണ്ടേ? അതൊക്കെ പറയുന്നതിന് മുമ്പ് ആമുഖമായി പറയട്ടെ, ഞാൻ കബർ സിയാറത്ത് ചെയ്യുന്ന ആളാണ്. എന്റെ വാപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ അടുത്ത് സമയം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട്. ഞാൻ മൂന്നാം ദിവസം ഇത് ചടങ്ങൊക്കെ നടത്തിയ ആളാണ്. 7 നടത്തിയ ആളാണ്. വാപ്പയുടെ ഉമ്മയുടെയൊക്കെ ആണ്ടിന് ഞങ്ങൾ സഹോദരങ്ങളും അടുത്ത കൂടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. കാരണം ഇത് പറയുമ്പോൾ ഇവൻ ഒഹാബിയാണ്, ഇവൻ പുത്തൻ വേദക്കാരനാണ്, 4ാം വേദക്കാരനാണ്, ഗുസ്തിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കച്ചവടക്കാര് കഥാപ്രസംഗക്കാർ ഇറങ്ങാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഏതായാലും 3 പെറ്റുമ്മ പള്ളിയിൽ 2-3 സംഗതികൾ നടന്നു. ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. നമ്മളിന്ന് കണ്ണൂർ പാപ്പിനിശ്ശേരി ഉമ്മാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ്. ഖബർസ്ഥാന്റെ മേലിൽ കൂടിയാണ് ഇവിടെ ചന്ത കെട്ടിയേക്കുന്നത്. ഇവിടെ പാപ്പിനിശ്ശേരി കാട്ടപ്പള്ളിയിൽ മയ്യത്ത് കിടക്കുന്ന സ്ഥലമാണ്. മയ്യത്ത് ഒരു മനുഷ്യൻ ഔലിയായാലും സാധാരണക്കാരനായാലും തങ്ങളായാലും മൊയ്ലാരായാലും ആരായാലും അയാളുടെ റൂഹ് പോയി കഴിഞ്ഞാൽ ആ റൂഹ് അള്ളാഹുവിലേക്ക് എത്തിക്കും. അതിനുശേഷം മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞാൽ ഖബർസ്ഥാനിൽ എന്ത് ചെയ്യണം എന്ന് വളരെ വിശദമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സുന്നി പണ്ഡിതന്മാർ പഠിക്കുന്ന കിതാബുകളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാൽ ഖബറിന്റെ മേൽ സിമന്റ് കെട്ടാൻ പാടില്ല, സിമന്റ് കൂന കെട്ടാൻ പാടില്ല, ബിൽഡിംഗ് എടുക്കാൻ പാടില്ല, പള്ളി പണിയാൻ പാടില്ല, മക്കാമ പണിയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം പാണക്കാട്ടുള്ള ഒരു തങ്ങൾ വന്നിട്ടാണ് ഖബർസ്ഥാൻ ഉദ്ഘാടനം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ സഹാബാക്കളുടെയോ താബിഈങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു ഖബർ പോലും ഉദ്ഘാടനം ചെയ്യുന്ന രംഗം ഇസ്ലാമിന്റെ ചരിത്രത്തിലോ കിതാബിലോ നിങ്ങൾ കാണിക്കാൻ പറ്റുമെങ്കിൽ എന്നോട് നേരിട്ട് നിങ്ങൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തരാം. ഇത് ശിർക്കാണ്. കാരണം ഇവിടെയൊക്കെ നടക്കുന്ന ചില സംഭവങ്ങൾ, 3 പെറ്റുമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി ഇവിടെ മരിച്ചിട്ടുണ്ട്. അവരുടെ ദർജ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. അത്